കാട്ടാക്കട മാമൽ ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ചും പ്രതിഷേധവും നടത്തുന്നു. ഇവിടെ ബിജെപി പ്രവർത്തകരും പ്രതിഷേധത്തിനായി നിൽക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് സമാധാനപരമായിരുന്നു. അതേസമയം ആശുപത്രി കവാടത്തിന് മുന്നിൽ കാത്തുനിന്ന ബിജെപി പ്രവർത്തകർ ആശുപത്രിയിലേക്ക് ഇടിച്ചു കയറി പോലീസുമായി സംഘർഷമുണ്ടായി. പോലീസിന്റെ നെയിം പ്ലേറ്റ് പിടിച്ചു വലിച്ചു പൊട്ടിക്കാൻ ശ്രമവും നടന്നു. 10 മിനിറ്റോളം നടന്ന സംഘർഷത്തിനൊടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ബിജെപി ജില്ലാ സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ 12ഓളം പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി മരണപ്പെടാനുണ്ടായ സാഹചര്യം വളരെ അതീവ ദുഃഖത്തോടു കൂടിയാണ് കേരള സമൂഹം നോക്കിക്കാണുന്നത്. ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയുടെ അവസാനത്തെ ഉദാഹരണമായിട്ടാണ് ഈ സംഭവത്തെ കാണുന്നത്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ആശുപത്രി, ആരോഗ്യ മേഖലയിലുള്ള ആശുപത്രികൾ ഇതൊരു നിത്യ സംഭവമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ പോകാൻ ഭയന്നിട്ടാണ് ആൾക്കാർ സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളെ സമീപിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇന്നലെ കാട്ടാക്കടയിൽ ഒരു 2 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി, ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിക്ക് മരുന്ന് മാറി ഇഞ്ചക്ഷൻ എടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ ഒരു ആശുപത്രിയിലും പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സ തേടി എത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു സർക്കാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ സ്ത്രീയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവമാണ്. പക്ഷേ അത് ആ ഡോക്ടർ പറഞ്ഞത് 50 വർഷം കത്രിക ഇരുന്നാൽ പോലും ഒന്നും സംഭവിക്കില്ല എന്നാണ്. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായാൽ ഒരു കത്രിക ഫ്രീ ആയി അവരുടെ വയറ്റിൽ സൂക്ഷിക്കുന്ന സമീപനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പൈസ ഇല്ലാതിരുന്നിട്ടും ചികിത്സ തേടി സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഭയന്നിട്ടാണ് ഇത്തരം സ്വകാര്യ ആശുപത്രികളിൽ അവർ എത്തിച്ചേർന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് സർക്കാരിൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ സ്വകാര്യ ആശുപത്രികൾ തഴച്ചു വളരുന്നത്. സാഹചര്യത്തിൽ ഒരു കുഞ്ഞ് ഹോസ്പിറ്റലിൽ മരണപ്പെടുന്ന, മാമൽ ആശുപത്രിയിൽ മരണപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അപ്പോൾ അത് ദുരൂഹമാണ്. അത് ചികിത്സാ പിഴവ് മൂലമാണ് മരണപ്പെടുന്നതെന്നാണ് വാർത്തകൾ, ഇന്നലെ മുതലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു ആരോഗ്യ രംഗമാണ് കേരളത്തിനുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ചികിത്സ ഏത് രോഗത്തിനായിരുന്നാലും പ്രാഥമിക ആരോഗ്യ രംഗം വരെ ഏറ്റവും മുകൾ മുതൽ അതിൻ്റെ അടിത്തട്ട് വരെയുള്ള ആരോഗ്യ മേഖലയിലെ ഏറ്റവും സുതാര്യമായിട്ടുള്ള എല്ലാവർക്കും ഇടപെടാൻ കഴിയുന്ന, എല്ലാവർക്കും ആശ്വാസകരമാകുന്ന ഒരു ആരോഗ്യ രംഗമാണ് കേരളത്തിലേത്. അത് രാജ്യത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു ആരോഗ്യ രംഗമാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വാർത്തകൾ, ആ വാർത്തകൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിന് തന്നെ കളങ്കപ്പെടുത്തുന്ന നിലയിലേക്കുള്ള വാർത്തകളാണ്. ഇത്തരത്തിലുള്ള ചെറുതായി നമ്മൾ കേരളത്തിൻ്റെ പലയിടങ്ങളിലായി ഒറ്റപ്പെട്ടതായി കേൾക്കുന്ന ഇത്തരം വാർത്തകൾ. ഇവിടെ ഡിവൈഎഫ്ഐ ഞങ്ങളിവിടെ ഈ പ്രതിഷേധവുമായി വന്നത് ചികിത്സാ പിഴവ് മൂലമാണ് ആ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ് ആ കുഞ്ഞിൻ്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ശക്തമായി ഡിവൈഎഫ്ഐ അതിൽ പ്രതിഷേധിക്കുകയും ഒപ്പം തന്നെ കുറ്റക്കാർക്കെതിരായിട്ടുള്ള എന്താണ് സംഭവിച്ചത് എന്നത് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ആശുപത്രിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ നിലയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളത്. Sodara